നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. വികാരങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും നല്ലത് അവയെ അനുഭവിക്കുക എന്നതാണ്. പക്ഷേ അത് മാനസിക വിക്ഷോഭമായി മാറരുത്. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 2024 ജൂലൈ 16 അതായത് കർക്കിടകം 1-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:21 വിശാഖം നക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ തുലാക്കൂറിൽ കർക്കിടക രവി സംക്രമം നടന്നിരിക്കുന്നു. ഈ രവി സംക്രമം മൂലം 27 നക്ഷത്രക്കാർക്കും പലവിധ അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. കർക്കിടകത്തിൽ രവി, ശുക്രൻ, ബുധൻ, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു, ഇടവത്തിൽ വ്യാഴം, കുജൻ എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 19 ബുധൻ ചിങ്ങത്തിലേക്കും ശുക്രൻ ജൂലൈ 31 ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും ഈ കർക്കിടക മാസം എങ്ങനെയുള്ള ഗുണാനുഭവങ്ങളായിരിക്കുമെന്ന് പരിശോധിക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ധനലാഭം, ബന്ധുസമാഗമം, ശത്രുനാശം, ലൗകിക സുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കുടുംബത്ത് നല്ല സമാധാനവും ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകൾ ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. പൊതുവെ പേരും പ്രശസ്തിയും നിറഞ്ഞ മാസക്കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് നല്ല പുരോഗതി തന്നെ ദൃശ്യമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കാണാനാകുന്നതാണ്. എന്നാൽ വിലപിടിപ്പുള്ള രേഖകളും ധനമോ സ്വർണമോ നഷ്ടമാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊള്ളൽ, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ഇടവക്കൂർ, കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ പേരും പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകുന്നതാണ്. പലവിധ വ്യാധികളിൽ നിന്നും മോചനമുണ്ടാകും. ദുഃഖങ്ങൾക്കെല്ലാം ഒരു ശമനമുണ്ടാകുന്നതാണ്. ശത്രുശല്യം കുറയും. നല്ല ആരോഗ്യം, രോഗശമനം, ധനാഗമനം, ദീർഘദൂര യാത്രകളും സ്ഥാനമാനങ്ങളും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ബന്ധുസഹായത്തിനും സാധ്യതയുണ്ട്. നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതിനും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും ഇടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും. സന്താന ഭാഗ്യത്തിനും സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. അകാരണമായി മറ്റുള്ളവരുമായി കലഹിക്കാനുള്ള ഇടയും ഉണ്ടാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മന്ദത അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടും. ഉദ്യോഗാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. മിഥുനക്കൂർ, മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും. ധനപരമായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ആകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾക്ക് ഇടയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാ ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനക്കുറവുള്ള സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധനച്ചിലവുകൾ ധാരാളമായി വന്നു ചേരും. ദുർച്ചിലവുകളും വന്നുപെടും. മറ്റുള്ളവരുടെ ചതിയിൽ വന്നുപെടാതെ സൂക്ഷിക്കണം. അന്യർക്ക് പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ശത്രുശല്യം വർദ്ധിക്കുവാനും ചില മനക്ലേശങ്ങളും ദുരിതങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. താൻ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന മനപ്രയാസം ഉണ്ടാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല. തൊണ്ടവീക്കം പോലെയുള്ള അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ സ്ഥാനമാന ലാഭം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. ഭൂമി ലഭിക്കാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ളവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ഇതുവരെ ഭൂമി സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. പുതിയ വസ്തു കൈവശം വന്നു ചേരാനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. കൃഷിയിൽ നിന്നും നല്ല ആദായം ലഭിക്കാം. ഏതൊരു കാര്യത്തെയും ക്ഷമ കൊണ്ട് നേരിടേണ്ടതാണ്. തൻ്റെ വാക്കുകൾ അസ്ഥാനത്താകാൻ സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. അകലാനായി കാത്തിരുന്ന ദമ്പതികൾ പോലും ഒന്നിക്കുന്നതായി കാണാം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ലൗകിക സുഖങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും. പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. കാര്യസിദ്ധി, ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് പ്രമോഷൻ, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. ദൈവാധീനം വേണ്ടുവോളമുള്ള സമയമാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരങ്ങളും ലഭിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ശരീരത്തിന് ക്ഷീണം, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. മഹാദേവന് ധാര, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ധനനേട്ടം, വസ്ത്രാഭരണാദി നേട്ടങ്ങൾ എന്നിവ ലഭിക്കാനിടയുണ്ട്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. അകലാനായി കാത്തിരുന്ന ദമ്പതികൾ പോലും ഒന്നിക്കാനിടയുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായ മാസക്കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നവർക്ക് നേട്ടങ്ങൾ കൊയ്യാനാകും. കൃഷിയിൽ നിന്നും ആദായം ലഭിക്കാം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾക്ക് നല്ല ലാഭം തന്നെ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാനും സാധിക്കും. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ട്രാൻസ്ഫറുകളും പ്രതീക്ഷിക്കാം. തൻ്റെ ശ്രദ്ധക്കുറവിനാൽ ചില ദോഷങ്ങൾ ജോലിസ്ഥലത്ത് അനുഭവിക്കാനിടയുണ്ട്. രോഗാരിഷ്ടതകൾ ശല്യം ചെയ്യാൻ ഇടയുണ്ട്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. അധ്വാനിക്കുന്നതിനനുസരിച്ച് ഫലം കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ദൂരദേശ യാത്രകളും സ്ഥാനഭ്രംശവും ഉണ്ടാകാൻ ഇടയുണ്ട്. രോഗാരിഷ്ടതകൾ മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും ശത്രുക്കൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തൻ്റെ വാക്കുകൾ നിമിത്തം പല പ്രശ്നങ്ങൾക്കും ഇടയാകും. ദുർജന സംസർഗം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, മഹാദേവന് ധാര, മഹാവിഷ്ണുവിന് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ
ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ടെൻഷൻസ് മാറും. രോഗശമനം, നല്ല ആരോഗ്യം, ഐശ്വര്യം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ ഉണ്ടാകുന്നതാണ്. സ്ഥാനമാന ലാഭം, സ്ഥാനഭ്രംശം, പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. ധനച്ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഭാഗ്യക്കുറവ് അനുഭവപ്പെടാനും ഇടയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. എന്നാൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാവും. കുടുംബത്തെ സന്തോഷവും സമാധാനത്തോടും കൂടി മുന്നോട്ടു പോകാനാകുന്നതാണ്. സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടി വരും. നല്ല സന്തോഷ അനുഭവങ്ങൾ പങ്കിടാനും ആകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന ലബ്ധിക്കും വളരെയധികം ഭാഗ്യ ആനുകൂല്യങ്ങൾ ഉള്ള സമയക്കാലമാണ്. സന്താന ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് സന്താനത്തെ ലഭിക്കാനുള്ള അവസരവും ഒരുങ്ങുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. വസ്ത്രാഭരണാദി ലാഭം, ലൗകിക സുഖം, സന്തോഷം എന്നിവ അനുഭവിക്കാൻ യോഗമുണ്ട്. സാംസ്കാരിക രംഗത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതും അംഗീകരിക്കപ്പെടുന്നതുമാണ്. ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ശത്രുശല്യം കുറയും. രോഗശമനം പ്രതീക്ഷിക്കാം. ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽസിന് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നല്ല ഫലം തന്നെ പ്രതീക്ഷിക്കാം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ശത്രുശല്യം കുറയാനും ധനപരമായ നേട്ടങ്ങൾക്കും ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിക്കാനും ഉള്ള യോഗമുണ്ട്. കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നല്ല വാക്കുകളാൽ സമ്പുഷ്ടരാകും. വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാനാകും. പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. സന്താനങ്ങളെ കൊണ്ട് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. എന്നാൽ സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്താവിന് നീരാഞ്ജനം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ധനനേട്ടം, ലൗകിക സുഖങ്ങൾ, ശത്രുത കുറയാനും കർമ്മരംഗത്ത് നല്ല ഉയർച്ച, പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം. വാക്സാമർഥ്യം വർദ്ധിക്കും. ബുദ്ധിപൂർവം പല തീരുമാനങ്ങൾ എടുക്കാനാകും. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലമുണ്ടാകുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പല സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ട ധനം വന്നു ചേരും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കലഹങ്ങൾക്ക് ഇടയാകും. ധനച്ചിലവുകളും വർദ്ധിക്കും. ദുർബുദ്ധിയും ഉണ്ടാകും. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദരസംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും പ്രൊഫഷണൽസിനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ കൊയ്യാനാകും. ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയുവാനും ധനനേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും. കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. ധനനേട്ടം ഉണ്ടാകും.
കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കാണാനാകും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ വിജയിക്കാനാകും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അസൂയാലുക്കൾ വർദ്ധിക്കും. ഗൃഹാഡംബര വസ്തുക്കൾ വാങ്ങുന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിനും ഉള്ള വീട് പുതുക്കി പണിയുന്നതിനും ഉള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ദേവിക്ക് കടും പായസം, മഹാവിഷ്ണുവിന് നെയ്വിളക്ക് നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലം കാണാനാകും. കാര്യവിജയം, കുടുംബത്തുള്ളവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ കർമ്മരംഗത്ത് ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. വീട് സ്വന്തം പേരിലാകാനും വീട് മോടി പിടിപ്പിക്കുന്നതിനും ആകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ലൗകിക സുഖങ്ങൾ വർദ്ധിക്കും. ഏതു കാര്യം ആഗ്രഹിച്ചാലും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. ഗൃഹാഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. ദമ്പതി സൗഖ്യം കുറയാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കാണാനാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ സന്താനങ്ങൾ മൂലം ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. മാനസിക പ്രയാസങ്ങളും ശത്രുഭയം, രോഗഭയം എന്നിവ അലട്ടാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്തിനായി ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പല ദുഃഖങ്ങൾക്കും ഒരു ശമനമുണ്ടാകും. ശത്രുശല്യം കുറയും. രോഗശമനം, നല്ല ആരോഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ബന്ധുവിയോഗം ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇഴജന്തുക്കളുടെ ശല്യമോ പൊള്ളൽ, വീഴ്ച എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ദുർജന സംസർഗത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ദമ്പതി സൗഖ്യം കുറയാം. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, മഹാദേവന് ധാര എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ വസ്തു ഇടപാടുകളെല്ലാം ശുഭദായകമാകും. വ്യവഹാരങ്ങൾ ശുഭകരമായി നടക്കും. കൃഷിയിൽ നിന്നും നല്ല ആദായം തന്നെ ലഭിക്കുന്നതാണ്. വസ്തു സ്വന്തം പേരിലാകാനും ഭൂമിയിൽ നിന്നും ധനലാഭം ഉണ്ടാകാനും ഇടയാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും. ചെയ്ത കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പല സൗഭാഗ്യങ്ങളും, സ്ഥാനമാന ലാഭം, ജോലിയിൽ പ്രമോഷൻ, വിചാരിക്കാതെ ട്രാൻസ്ഫറുകൾ വന്നുപെടാനും സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഇടയുണ്ട്. IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്.
സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾക്കും ഇടയാകും. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ശത്രുശല്യങ്ങൾ ഉണ്ടായേക്കാം. രോഗദുരിതങ്ങളും അലട്ടാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൈവാധീനത്തിനായി ശിവാഷ്ടോത്തരം ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ കർക്കിടക മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ അയയ്ക്കുക. മറുപടിയും പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.